കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലൂയിസ് മുതലാളി ഇല്ലടോ? ഇല്ല സർ. എവിടെ പോയി? തോട്ടത്തിലോ മറ്റോ പോയതായിരിക്കും. കൂടാ നമ്പടിയുണ്ടോ? അറിയില്ല സർ. എനിക്ക് ഈ വീടൊന്ന് പരിശോധിക്കണമല്ലോ. സാർ അത് ഇവിടെ മുതലാളി ഇല്ലാതെ. ആരില്ലെങ്കിൽ എനിക്ക് പരിശോധിച്ചേ പറ്റൂ. വഴി മാറോ നോക്ക് സർ. എന്നാ സാർ ഇവിടെ? സാറിന് ഇത് എന്നാത്തിന്റെ കേടാ? ഇടയ്ക്കിടയ്ക്ക് എന്നാത്തിന് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? അതിന് മാത്രം ഞങ്ങൾ എന്നാ തെറ്റാ ചെയ്തേ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ഓ പിന്നെ ഈ പാതിരാത്രിയിൽ കയറി സെർച്ച് ചെയ്യാൻ ഇവിടെ നമ്മൾ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ? ആദ്യം പൂജ ഇവിടെ ഉണ്ടെന്ന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാ ഞാൻ വരുന്നത്. അന്ന് സാറ് വന്നതും ഇൻഫർമേഷൻ കിട്ടിയിട്ടല്ലേ? എന്നിട്ട് അവരെ കിട്ടിയോ? അച്ചായ, ഇത് നമ്മൾ തല്ലു കൊടുത്തുവിട്ടാ ശരവൺ നെരുകേറ്റി വിട്ടതാ. ആരുടെ ഒരുത്തായാലും കൊള്ളാം, എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചു പറ്റൂ. എന്നാ സഹകരണോ സാറേ? എന്റെ SP സാറേ, അന്ന് നിങ്ങൾ വന്ന് പരിശോധിച്ചത് പോയതിനേക്കാൾ ഒരു സാധനം ഇവിടെ കൂടുതലില്ല. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ചുമ്മാ അങ്ങ് തോന്നുമ്പോ കയറി നോക്കാൻ ഇത് വഴി അമ്പലമൊന്നുമല്ല. എന്റെ ബംഗ്ലാവാ. എന്റെ അനുവാദം ഇല്ലാതെ ഒരൊറ്റൊരുത്തനും ഇതിനകത്ത് കയറി പോരുത്. തന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. ഞാൻ സെർച്ച് പറഞ്ഞും കൊണ്ടാ വന്നിരിക്കുന്നേ. ദാ വായിച്ചു നോക്ക്. എന്താ ഇനി പരിശോധിക്കാമല്ലോ. കേറി നോക്കടോ. സർ. കുഴപ്പമാവോ അച്ചായ? എന്റെ മാലാകെ കൈവിട്ടു പോവോ? സത്യം പറയടോ, നിങ്ങൾ അവരോടൊന്ന് മാറ്റിയല്ലേ? എന്താണ് മിണ്ടാത്തെ? ഞങ്ങൾ എന്നാ മുണ്ടാനാ സാറേ? ഞങ്ങൾ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ? കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ സാറിനോട് പറഞ്ഞതാ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പൊ സാറിന് വിശ്വാസം പോരാ. ഇപ്പൊ വെറുതെ സർക്കാരിന്റെ ഡീസലും കത്തിച്ച് ഈ പാവങ്ങളുടെ ഉറക്കവും കളഞ്ഞ് ഈ മഞ്ഞും പിടിച്ച് ഇവിടെ വരെ വന്നപ്പോ സമാധാനമായല്ലോ. അതെ അതെ അതെ, പോലീസുകാരായ കുറച്ചൊക്കെ മര്യാദ വേണം. എന്നാലും ഇത്രയും നിഷ്കളങ്കിലും ശുദ്ധ മനസ്കരായ ഞങ്ങളെ സാർ സംശയിച്ചല്ലോ. സാറേ ഇതെടുത്തോളൂ. എന്നാലും പെണ്ണ് എവിടെ പോയി? പോയി നോക്കടോ. ചേട്ടത്തി എന്നെ നോക്കിക്കാ, പോയി അവളെ പോയി നോക്ക്. ചെല്ല്. അച്ഛേ, ഞാനൊന്ന് നോക്കിട്ട് വരാം. മോളെ
അവിടെ നിൽക്ക. ചേച്ചി 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 പൂജ ചേച്ചി ചേച്ചി എന്നെ രക്ഷിക്ക. ആരാടാ? ആർക്കാടാ എത്ര അസുഖം? ചോണയുണ്ടെങ്കിൽ വാടാ. എന്താണ് നീ ഒന്നും വരുന്നില്ലേ? എടാ വാടാ ഇങ്ങോട്ട്. വിട്ടോടാ. ഇങ്ങനെ ചില നമ്പറുകൾ ഇറക്കാതെ ഈ വന്ന കാലത്ത് പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ല താനെന്താ ഈ നേരത്തെ ഇവിടെ? ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ചേച്ചി എന്നെ ഇവിടെ ബംഗ്ലാവിലൊന്ന് എത്തിക്കണം. ആ ബസ്റ്റ്. അതിലും ഭേദം ഈ പോയവന്മാർക്ക് കൊത്തിക്കീറാൻ ഇട്ടു കൊടുക്കുന്നതായിരുന്നു. ചേച്ചി താൻ വന്ന് വണ്ടിയിൽ കയറ്. അല്ല നമ്മളെങ്ങോട്ടാ? ഏതായാലും കൊല്ലാനൊന്നും അല്ല. വാ വന്ന് കയറ്. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. മനസ്സിലായി വന്നപ്പോഴേക്കും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഞാൻ പെട്ടുപോയി. നീ വിചാരിക്കും പോലെ നിന്റെ രക്ഷകരല്ല ഈ മുതലാളിമാർ. നിന്റെ ചോര ഊറ്റി കുടിക്കാൻ കാത്തിരിക്കുന്ന രക്തരക്ഷസുകളാ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്കറിയാവുന്ന ഞാൻ അനുഭവിച്ച സത്യങ്ങളാ. വാ കേറ്. വാ പൂജ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ എന്റെ ഗതി എന്നെ നിനക്കും ഉണ്ടാവും. ഭ്രാന്ത് കാണിക്കുന്നോടി. നീ എന്തിനാടി ഈ കൊച്ചിനെ കൊണ്ട് വിളിച്ചു വന്നത്? കൊല്ലാനാന്നോടി? പറയടി. അതെടാ കൊല്ലാനാ. നിന്റെയൊക്കെ കയ്യിൽ ജീവിതം അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് ഇവളെ കൊല്ലുന്നതാ. കണ്ട കണ്ട അവൾക്ക് മുഴുവൻ ഭ്രാന്താ മോളെ. അതെ അതെ, നല്ല വട്ട. ഇവള് പറഞ്ഞത് മോള് വിശ്വസിച്ചളയല്ലേ? ദേ അനാവശ്യം പറഞ്ഞാലേ എല്ലാത്തിനെയും കുത്തി മലർത്തിക്കളഞ്ഞ. എടാ പിടിച്ച് കെട്ടോ മോളെ. തൊട്ടുപോരു തന്നെ, തൊട്ടുപോരുത്. അതെ മോളെ, പൂജ മോളത് കണ്ടൊന്നും പേടിക്കണ്ട. വർഷത്തിലൊരിക്കൽ അവൾക്ക് വട്ട് പിടിക്കുന്നതാ. അവള് പറയുന്നത് ചെയ്യുന്നത് എന്താണെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. പൊട്ട് നിന്റെ മറ്റവൾക്കാടാ. കത്തി മാറ്റി. ചുണയുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ. അയ്യോ ഈശ്വര, ഇന്ന് ഫുള്ള് പിരിപോയ ലക്ഷണമാണ്. വാടാ. എന്റെ അടുത്ത് വന്ന് കൊല്ലും ഞാൻ. പിടിക്കണോ മോളെ? മോളെ ഞാനാ പറയുന്നത്, കത്തിയാഴയുടെ അടുത്ത് വന്ന കൊല്ലും ഞാൻ. മോളെ നമ്മുടെ മുതലാളിയാ പറയുന്നേ, ശാന്തമാക്. കത്തി മുതലാളിയോ? നീ എങ്ങനെയാടാ മുതലാളിയായത്? കട്ടും പിടിച്ചു പറിച്ച് കൂട്ടിക്കൊടുത്തു അല്ലേടാ നിന്റെ ഈ ചീഞ്ഞു നിറയെ കഥകളൊക്കെ.